ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്റർ സമാന്തര വരകൾ, പാരലൽ ലൈൻസ്, അതിലെ പേജ് 50-ലെ 2ാമത്തെ ചോദ്യം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ത്രികോണ ഭാഗത്തിലെ 2ാമത്തെ ചോദ്യമാണിത്. നമുക്ക് ചോദ്യം നോക്കാം. ABCD എന്ന സാമാന്തരികത്തിൽ AB-യിലെ P എന്ന ബിന്ദുവിൽ കൂടി BC-ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AC-യുമായി Q-ൽ കൂട്ടിമുട്ടുന്നു. Q-യിലൂടെ AB-ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AD-യുമായി R-ൽ കൂട്ടിമുട്ടുന്നു. AP by PB സമം AR by RD എന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ഭാഗം AP by AB സമം AR by AD എന്ന് തെളിയിക്കുക. In the parallelogram ABCD, the line through the point P on AB parallel to BC meets AC at Q. The line through Q parallel to AB meets AD at R. First sub question, prove that AP by AB equal to AR by RD. AP by PB equal to AR by RD. Second question, AP by AB equal to AR by AD. Okay. അപ്പം നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിന്ന് മനസ്സിലാവേണ്ട കാര്യം, ABCD ഒരു സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം ആണ്. അതുകൊണ്ട് AD, PQ, BC ഈ മൂന്നും സമാന്തരമാണ്, അതായത് പാരലൽ ആണ്. ഓക്കെ. AB, RQ, DC ഇവരും എന്താണ്? പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ്. ഓക്കെ, നമുക്കിനി സൊല്യൂഷൻ നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചിത്രം. ഈ ചിത്രത്തിൽ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് തെളിയിക്കേണ്ടതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. AP by PB സമം AR by RD എന്നും AP by AB സമം AR by AD എന്നും തെളിയിക്കണം. ഇവിടെ AD-യും BC-യും സമാന്തരം, പാരലൽ ആണ് നമുക്കറിയാം, കാരണം ഇതൊരു പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികമാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് P-യിൽ നിന്നും ഈ AC-യിൽ കൂട്ടിമുട്ടുന്ന Q, അതായത് PQ ഏതാണ്? BC-ക്ക് സമാന്തരമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് AD പാരലൽ ടു PQ പാരലൽ ടു BC, AD PQ BC ഇവ സമാന്തരമാണ്. ഇനി എന്താ അടുത്തത്? AB-യും RQ-വും DC-യും സമാന്തരമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ത്രികോണം ABC അതെടുക്കാം. ത്രികോണം ABC-യിൽ ഈ വികരണം നോക്കാം.
എ ക്യു ബൈ ക്യു സി എന്തായിരിക്കും? എ പി ബൈ പി ബി ആയിരിക്കും. അതിന് കാരണം പി ക്യു ബി സിക്ക് സമാന്തരമാണ്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ബി സി പി ക്യു ഈസ് പാരലൽ ടു ബി സി, സോ എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു എ പി ബൈ പി ബി. ത്രികോണം എ ബി സിയിൽ പി ക്യുവും ബി സിയും സമാന്തരമായതിനാൽ എ ക്യു ബൈ ക്യു സി എന്തായിരിക്കും? എ പി ബൈ പി ബിക്ക് തുല്യമായിരിക്കും. അതാണ് നമ്മുടെ സമവാക്യം 1, ഇക്വേഷൻ 1. ഇനി നമുക്ക് ഈ ഗ്രീൻ ലൈന് വരുന്ന വേറൊരു ട്രയാങ്കിൾ എടുക്കാം, എ ഡി സി. അപ്പോൾ ത്രികോണം എ ഡി സിയിൽ ആർ ക്യു ഡി സിക്ക് സമാന്തരമായതിനാൽ നമുക്ക് ഈ വശത്തെയും തുല്യമായി ഭാഗിക്കാം. അപ്പോൾ എ ക്യു ബൈ ക്യു സി സമം എ ആർ ബൈ ആർ ഡി എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ഡി സി ആർ ക്യു ഈസ് പാരലൽ ടു ഡി സി, സോ എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി. ഇത് എഴുതാനുള്ള കാരണങ്ങൾ എന്താ? ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ് കട്ട്സ് ദി അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ആ സിദ്ധാന്തം, ആ തിയറം വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് സമവാക്യങ്ങൾ എഴുതിയത്. ഇനി ഈ രണ്ട് സമവാക്യങ്ങളിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇടതുവശം തുല്യമാണ്. അതുകൊണ്ട് വലതുവശം തുല്യമായിരിക്കും. അതായത് സമവാക്യം 1ഉം 2ഉം താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയറിംഗ് ഇക്വേഷൻസ് 1 and 2, we get AP by PB equal to AR by RD. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഉപചോദ്യം ചെയ്തു, സബ് ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? എ പി ബൈ എ ബി, അത് എ ആർ ബൈ എ ഡി ആണ് തെളിയിക്കണം. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ത്രികോണം എ ബി സി എടുക്കാം. ത്രികോണം എ ബി സിയിൽ എന്താണ്? പി ക്യു ബി സിക്ക് സമാന്തരമായതിനാൽ നമുക്ക് ഈ ചെറിയ ഭാഗം ബൈ മൊത്തം ഭാഗം എ പി ബൈ പി ബി, ഓർമ്മയുണ്ടോ? അത് എ ക്യു ബൈ എ സി ആയിരിക്കും. ഓക്കെ. ഈ വശത്തിന്റെ ഇടതുഭാഗം ബൈ ഈ വശം എന്തിന് തുല്യമായിരിക്കും? മറ്റേ വശത്തിന്റെ ഈ ഭാഗം, ഇടതുഭാഗം ബൈ മൊത്തം ഭാഗം. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയത്. എ പി ബൈ എ ബി സമം എ ക്യു ബൈ എ സി. ഇതേപോലെ ട്രയാങ്കിൾ എ ഡി സിയിൽ ആർ ക്യു പാരലൽ ടു ഡി സി സമാന്തരം, ആർ ക്യു സമാന്തരം ഡി സി ആയതിനാൽ നമുക്ക് ഇവിടുത്തെ ഭാഗം എ ആർ ബൈ മൊത്തം ഭാഗം എ ഡി സമം എന്തായിരിക്കും? ഈ ഭാഗം എ ക്യു ബൈ മൊത്തം എ സി എന്ന് എഴുതാം. ഇത് എഴുതാനുള്ള കാരണം എന്താണ്? ഇത് തന്നെയാണ്. ഓക്കെ. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്.
In any triangle, a line parallel to one of its sides cuts the other two sides in the same ratio. അത് വെച്ച് നമുക്ക് ത്രികോണം എ ഡി സിയിൽ ആർ ക്യു ഡി സിക്ക് സമാന്തരമായതിനാൽ എ ആർ ബൈ എ ഡി സമം എ ക്യു ബൈ എ സി എന്ന് എഴുതാം. ഇനി ഈ രണ്ട് സമവാക്യങ്ങളിലും ഇവിടെ എന്താ നോക്കൂ, വലതുവശം തുല്യമാണ്. അതുകൊണ്ട് ഇടതുവശത്തെ സാധനങ്ങളും തുല്യമായിരിക്കും, അതായത് ഇടതുവശവും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എ പി ബൈ എ ബി സമം എ ആർ ബൈ എ ഡി എന്ന് എഴുതാം. അതാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ചിത്രത്തിൽ ആ സമാന്തര വരകളെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഇത് ചിലപ്പോൾ ഒരു 2 or 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ കൂട്ടുകാരെ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.